ദൈവവചനം കേൾക്കുന്തോറും നമ്മുടെ വിശ്വാസം സജീവമാകും. ദൈവവചനത്തിൽ റോമർ 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുന്തോറും നമുക്ക് വിശ്വാസമുണ്ടാകും. വിശ്വാസം ഉണ്ടാകാൻ വേറെ യാതൊരു മാർഗവുമില്ല. ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വാസമുണ്ടാകും. വിശ്വാസമുണ്ടായാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം ജീവന്റെ വചനത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1 പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നമ്മിൽ ദൈവത്തിൻ്റെ ജീവൻ വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മർക്കോസിൽ യേശു പറയുകയാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. അതിൽ മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്, ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളവരായിരിപ്പിൻ. മനുഷ്യർക്കെല്ലാം വിശ്വാസമുണ്ട്. എല്ലാവരും ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിലാണ്. നമ്മളിരിക്കുന്ന വീട്ടിനകത്ത് ഇരിക്കുന്നത് തന്നെ, ഈ ഇരിക്കുന്ന വീട് പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീഴില്ലെന്നുള്ള ധൈര്യമാണ്. നമ്മൾ ഓടിക്കുന്ന വണ്ടി, ആ വണ്ടിയെ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ ആ വിമാനം ഓടിക്കുന്ന പൈലറ്റിനെ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടി നമ്മുടെ ദേഹത്ത് വന്ന് കയറില്ലെന്നും അത് അപ്പുറത്തെ വഴി കൂടിയേ പോകൂ എന്നും നമ്മൾ വിശ്വസിക്കുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലാത്ത ആരും ഭൂമിയിലില്ല. അത് മനുഷ്യരുടെ വിശ്വാസമാണ്. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസവുമുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസവുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ആദ്യപടിയായി അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ വിശ്വാസം പകർന്നു കൊടുക്കും. ദൈവം ചെയ്യുന്നതെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നവരും ചെയ്യും. ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ നിങ്ങൾ കൂടുതൽ ദൈവവചനം വായിക്കണം. ജീസസ് എവരിഡേ എല്ലാ ദിവസവും നിങ്ങൾ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ അസാധാരണമായി ഈ പുതിയ വർഷം അസാധാരണ വാക്കുകളും അസാധാരണ ധൈര്യവുമുള്ളവരായി ജയാളികളായി മാറും. നമ്മുടെ യേശു കർത്താവ് നമുക്കിങ്ങനൊരു അവസരം കൃപ തന്നല്ലോ. ഇരുപക്ഷത്തെ ഒന്നാക്കി ദൈവവുമായിട്ടുള്ള അകലം മാറ്റി സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയുവാൻ യേശു ക്രൂശിൽ ചൊരിഞ്ഞ തൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പുതിയൊരു വിശ്വാസ ജ്വാലയുമായി നമുക്ക് പുതുക്കപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇടയാകണം. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace.
reign victorious. High and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb, worthy is the Lamb. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. You wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb, seated on the throne. Crown you now with many crowns. You reign victorious. High and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb, worthy is the Lamb. You are worthy, worthy is the Lamb, worthy is the Lamb. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം ചില ദിവസങ്ങളായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു പ്രാർത്ഥന, ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ എല്ലാ പ്രാർത്ഥനയും രഹസ്യമായിരുന്നു. യേശു മലയിലേക്ക് പോകും, തനിയെ പോകും, അല്ലെങ്കിൽ നിർജ്ജന സ്ഥലത്തേക്ക് തനിച്ചു പോകും. യേശുവിൻ്റെ പ്രാർത്ഥന ആരും കേൾക്കില്ല. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് കതകടച്ച് തനിയെ പ്രാർത്ഥിക്കണം. എന്നാൽ യേശുവിന് അറയിൽ കടന്ന് കതകടക്കാൻ പറ്റിയ സൗകര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് യേശു ഉറക്കെ നിലവിളിക്കാനും ശക്തമായി പ്രാർത്ഥിക്കാനും യേശു ഒന്നുകിൽ മലയുടെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ നിർജ്ജന സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്ക് പോകും, അല്ലെങ്കിൽ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എങ്ങോട്ടെങ്കിലും മാറും. അങ്ങനെ യേശുവിൻ്റെ ഏകാന്തതകളെല്ലാം യേശു അത്ഭുതമാക്കി മാറ്റി. ഇന്ന് മനുഷ്യർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഏകാന്തതയാണ്. അനേകർക്ക് ഏകാന്തത നിരാശയും അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള ഓരോ അസ്വസ്ഥതകളും ഉണ്ടായി ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ, അനേകർ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ, യേശുവിൻ്റെ ഏകാന്തതകൾ മുഴുവനും
ദൈവശക്തിയും ആനന്ദവും ആഘോഷവുമാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി ഏകാന്തതകൾ ഉണ്ടാകരുത്, നിങ്ങൾ ഉണ്ടാക്കണം. ദൈവത്തോട് സമയം ചെലവഴിക്കുന്ന ഏകാന്തതകൾ. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, ഞാൻ നിന്നോട് ഹൃദ്യമായി ഇടപെടുമെന്ന് സക്കരിയാവിൽ പറയുന്ന വചനം പോലെ ദൈവം നമ്മെ തനിയെ വേറിട്ട് കൊണ്ടുപോകാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. കർത്താവ് അങ്ങനെയുള്ള കൃപ നമുക്ക് തരട്ടെ. ഇന്ന് നമ്മൾ യോഹന്നാൻ 17:11 മുതൽ ഒന്ന് വായിക്കുകയാണ്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. പിതാവേ, ഇനി എന്നെ ലോകത്തിൽ ഇരുത്തരുതേ, ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്നെ കൊണ്ടുപോകണമേ, പ്ലീസ്. ഇതല്ല പറയുന്നത്. പിതാവേ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. യേശുവിന് ഭയങ്കര ഉറപ്പാണ്, എൻ്റെ ജോലികൾ തീർന്നു, എൻ്റെ ഈ ലോകത്തിലെ വാസം തീർന്നു. 33.5 വയസ്സേ യേശുവിനായിട്ടുള്ളൂ. യേശുവിന് 50 വയസ്സായിട്ടില്ല, യേശുവിന് 70 വയസ്സായിട്ടില്ല, വെറും 33.5 വയസ്സ്. നമ്മളൊക്കെ പറയും, ഈ ലോകത്തിൽ ജീവിച്ച് കൊതി പോലും തീരാതെ ആ കുഞ്ഞ് പോയല്ലോ. ഈ ലോകത്തിൽ ജീവിച്ച് എന്തു കൊതി തീരാനാണ്? അതിനേക്കാൾ ആനന്ദകരമായൊരു സ്ഥലം നിത്യതയിലുണ്ടല്ലോ. അപ്പം ഈ ലോകത്തിലെ ആനന്ദങ്ങളെക്കാൾ വെല്ലുന്ന ഒരാനന്ദമുള്ള ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പിതാവേ, ഞാൻ അങ്ങോട്ട് വരികയാണ്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. യേശുവിന് ഉറപ്പാണ്, ഞാൻ ഈ ലോകത്തിൽ ഇരിക്കാനുള്ളതല്ല, ഈ ലോകത്തിൻ്റെ വകയല്ല, ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്. എൻ്റെ ജോലി തീർന്നു, ഞാനിതാ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു. എന്തൊരു ഉറപ്പാണ്! അനേകായിരം കോടി പ്രകാശ വർഷം അകലെയുള്ള സ്വർഗം യേശുവിന് തിരിച്ചു കിട്ടുമെന്ന് യേശുവിന് ഉറപ്പാണ്. യേശു തൻ്റെ മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് തിരികെ പോകുമെന്ന് യേശുവിന് ഉറപ്പാണ്. ഇന്ന് ഭൂമിയിൽ എത്ര പേർക്ക് അങ്ങനെ ധൈര്യമുണ്ട്? ഒരു മരണത്തോടുകൂടി എൻ്റെ ജീവിതം ആനന്ദകരമാകുമെന്ന് യേശു പറയുകയാണ്. അതാണ് നമ്മൾ വായിച്ചത്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്നെ കൊണ്ടുപോകണമേ എന്നല്ല, ഞാൻ വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നു. ഞാൻ ദൈവവചനമാണ്, ആദിയിൽ ദൈവത്തോടു കൂടെ ഇരുന്നവനാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായെന്നാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന്. അവൻ ദൈവ സാദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള ആ തുല്യത, സമത്വം മാറ്റിവെച്ചെന്ന് ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പിന്നീടാണ് ദൈവം ചെയ്യുന്ന കാര്യം, എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. യേശു ഇങ്ങോട്ട് വന്നത് സ്വയമായിട്ടാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. വാസ്തവമല്ലേ? യേശു പറയുകയല്ലേ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞത്, പിതാവേ, പുസ്തക ചുരുളിൽ ദൈവമേ, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനിതാ വരുന്നു. അപ്പോൾ വചനം മനുഷ്യനായി വന്നതാണ്. ഇപ്പോൾ വേലകൾ പൂർത്തിയായപ്പോൾ പിതാവേ, നാഴിക വന്നിരിക്കുന്നു. യോഹന്നാൻ 17 തുടങ്ങുന്നത് അങ്ങനെയാണ്, സമയമായി. യേശുവിന് സമയത്തെക്കുറിച്ച് വളരെ കൃത്യതയാണ്, എല്ലാം കറക്റ്റാണ്. സമയമായാൽ പിതാവേ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇത്രയും വ്യക്തവും കൃത്യവുമാണ് നിത്യത. ഇനി ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇതുപോലെ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ 14,
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു വാസസ്ഥലമേ ഉള്ളൂ എന്നല്ല, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. പിതാവേ, ഞാൻ വരുന്നു. എന്തിനാ? ഞാൻ വന്നിട്ട് ഇവർക്കെല്ലാം സ്ഥലമൊരുക്കിയിട്ട് വീണ്ടും ഇവരെ ചേർക്കാൻ ഞാൻ വരും. കാരണം നമുക്ക് സ്വയമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് നമ്മെ ചേർക്കാൻ യേശു നേരിട്ട് വരും. ഒരു ദൂതനെ അയച്ചു കൊണ്ടുപോയാൽ പോരാ. മണവാട്ടിയെ മണവാളൻ തന്നെ നേരിട്ട് കൊണ്ടുപോകണം. മണവാളൻ വരുന്ന ഉദാഹരണങ്ങൾ, ഉപമകൾ യേശു പറഞ്ഞു. മണവാളൻ സന്ധ്യായാമത്തിനോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന യാമത്തിനോ പ്രഭാതയാമത്തിലോ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പം മണവാട്ടിക്ക് വേണ്ടി മണവാളൻ വരും. ചേർക്കാൻ ഒരു ദൂതനെ, ഗബ്രിയേൽ മാലാഖയെയോ മീഖായേൽ മാലാഖയെയോ ഒരു സൈന്യ മാലാഖമാരെയോ അയച്ചല്ല നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് സ്വയമായിട്ട് പോകാൻ കഴിയില്ല. എന്നാൽ യേശു വന്ന് എല്ലാവരെയും കൊണ്ടുപോകും. എത്ര ശക്തനായ ദൈവപുത്രൻ! പോകുന്നത് സ്വയമായിട്ടാ. പിതാവേ, എൻ്റെ സമയം തീർന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരികയാണ്. നമുക്കങ്ങനെ പറയാൻ പ്രാപ്തിയില്ല. പിതാവേ, ഞാനിത് അങ്ങോട്ട് വരുന്നു എന്ന് പറയാൻ നമുക്കറിയില്ല. അതിനെ കർത്താവ് അനുവദിക്കണം. ക്രൂശിലെ കള്ളന് പോലും യേശുവിൻ്റെ പരിശുദ്ധിയെയും യേശുവിൻ്റെ ക്രിസ്തുവെന്ന ആ ഭാവത്തെയും അവന് മനസ്സിലായി. എന്തൊരു വലിയ ഭാഗ്യവാനാണ് അവൻ. അതുവരെയും കൊലയും കൊള്ളയുമായിട്ട് നടന്നവൻ. എന്നാൽ ക്രൂശിൽ യേശു കിടക്കുമ്പോൾ അവനൊരു വെളിപ്പാടുണ്ടായി. ഇവൻ ക്രിസ്തുവാണ്, അവൻ മശിഹായാണ്, അവൻ രാജാവാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ള ഒരു വെളിപ്പാട്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ. ക്രിസ്തു വരും, എല്ലാം നേരെയാക്കും, എല്ലാം ക്രമീകരിക്കുമെന്ന് ശമരിയക്കാരി വരെയും പറഞ്ഞില്ലേ? ക്രൂശിലെ ഒരു കള്ളന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവസാന സെക്കൻഡിൽ അവൻ മരിക്കാൻ ഇനി ഒരു അരമണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ. അതിനിടയിൽ കർത്താവേ, നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണമേ. നീ രാജത്വം പ്രാപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ രാജത്വം പ്രാപിച്ചു വരും. നീ ഇപ്പോൾ മരിക്കുന്നു, ഞാനും ഇപ്പോൾ മരിക്കുന്നു. നീ രാജത്വം പ്രാപിക്കും. അപ്പോൾ എന്നെ ഓർത്താൽ മതി. കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടല്ലോ, അതിൽ എന്നെ ഓർത്താൽ മതി. ഉടനെ യേശു മറുപടി പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ഞാൻ രാജാവായിട്ട് രണ്ടാമത് വരുമ്പോഴല്ല, എനിക്ക് നിന്നെ ഇപ്പം കൊണ്ടുപോകണം. കാരണം നീ ഈ പറഞ്ഞ വാക്ക് മഹാപുരോഹിതൻ പറഞ്ഞില്ല, ശാസ്ത്രിമാർ പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ മാത്രമല്ല, പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ മാത്രമല്ല, നിന്നെ ഇന്ന് തന്നെ പർദീസയിൽ കൊണ്ടുപോകാനും ഞാൻ പ്രാപ്തനാണ്. അതാണ് യേശു ക്രൂശിൽ കടന്ന് പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനല്ല, എത്ര 1000 പേര് എന്നെ വിശ്വസിക്കുന്നു അത്രയും പേരെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. കാരണം ഞാൻ മുഖാന്തരം സകലതും ഉളവായി. അതിൻ്റെ അർത്ഥം ബൈബിളിൽ പറയുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. സ്വർഗം ഉണ്ടാക്കിയതാരാ? വചനമാണ്. ആ വചനമാണ് ക്രൂശിൽ കിടക്കുന്നത്. സ്വർഗത്തെ ഉണ്ടാക്കിയവൻ, സ്വർഗത്തെ സ്വർഗമാക്കിയവൻ, അതാണ് കർത്താവ്. ഏദൻ തോട്ടത്തിൽ 2500ഓളം തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുള്ള മരങ്ങളും ചെടികളും ഉണ്ടായിരുന്നെന്നാണ്. 2500 മരങ്ങൾ. അതിനകത്ത് ഒരു മരം ഒഴികെ ബാക്കി എല്ലാ പഴവും ആദാമിനും ഹവ്വയ്ക്കും തിന്നാം. നമുക്ക് ആകെ അറിയാവുന്നത് ഒരു മാങ്ങ, ചക്ക, പിന്നെ കുറച്ച് ചാമ്പക്ക, പേരയ്ക്ക, 5-6 കൂട്ടം പഴങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അറിയില്ല. 2500ഓളം പഴവർഗ്ഗങ്ങൾ ഭൂമിയിലുണ്ട്.
ഇതെല്ലാം ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം തിന്നരുതെന്ന് പറഞ്ഞു. ഹവ്വ അമ്മച്ചിക്ക് അത് തന്നെ തിന്നണം. എന്തായാലും എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കലും ഒരു അപ്പന് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ, മുറിയിലെ ആ അലമാരിയിൽ ഒരു 10,000 പുസ്തകം ഉണ്ടായിരുന്നു. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, 15 വയസ്സുകാരൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ 10,000 ബുക്ക് നിനക്ക് വായിക്കാം. എന്നാൽ ഒരു ബുക്ക് അപ്പൻ അടയാളപ്പെടുത്തി വെച്ചു. ഈ 10,000 ബുക്കിൽ ഈ ഒരു ബുക്കുണ്ടല്ലോ, ഈ ബുക്ക് മാത്രം നിനക്ക് 18 വയസ്സ് ആകാതെ വായിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച്, അവൻ അന്ന് മുതൽ സ്വസ്ഥതയില്ല. കാരണം 18 വയസ്സാകാതെ ഈ ബുക്ക് വായിക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ഈ ബുക്ക് വായിക്കാവൂ. ഇതെന്തൊരു ബുക്കാണ്, എന്നാൽ പിന്നെ ഇത് വായിച്ചിട്ടേ കാര്യമുള്ളൂ. ഇതാണ് മനുഷ്യ സ്വഭാവം. എന്തെങ്കിലും അരുത് എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുന്നത് അത് പാപമാണ്. അതായിരുന്നു മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് പറ്റി. അപ്പം ദൈവം ഉണ്ടാക്കിയ പഴവർഗ്ഗങ്ങൾ എത്രയോ, 2500-ൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കഴിച്ചുകൂടെ? അവന് സുഗമമായിട്ട് ജീവിച്ചുകൂടെ? എന്നാൽ അതിലേക്ക് തിരിയാതെ ആ ഒന്ന് അരുത് എന്ന് പറയുന്നത്, അത് പിടിക്കുന്നത്, അതാണ് മനുഷ്യ ജീവിതത്തെ തകർക്കുന്നത്. ദൈവം പറഞ്ഞ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ നമ്മുടെ അകത്ത് നമ്മളെ കൊളുത്തിട്ട് വലിക്കുന്നത് പോലെ ദുഷ്ടശക്തികൾ നമ്മളെ വലിക്കാൻ നോക്കും. എന്നാൽ അതിനെ നമുക്ക് തോൽപ്പിക്കണം. കാരണം അതിൻ്റെ 1000കണക്കിന് മടങ്ങ് അനുഗ്രഹങ്ങൾ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കും. കർത്താവിലുള്ള ബലവും കൃപയും നമുക്കുണ്ടാകട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കണം. നമ്മുടെ കർത്താവ് സ്വയമായി പോയവനും നമ്മെ കൊണ്ടുപോകാൻ കഴിവുള്ളവനും സ്വർഗത്തെ സ്വർഗമാക്കിയവനും നമ്മെ കൊണ്ടുപോയി സ്വർഗത്തിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നവനുമാണ്. അതായത് നമ്മളും കൂടി ചെന്നാൽ മാത്രമേ സ്വർഗത്തിൻ്റെ മനോഹാരിത പൂർണ്ണമാകൂ എന്ന് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും അറിയണം. നമ്മളാകുന്ന ആ പൂവും കൂടി വെച്ചാലേ സ്വർഗത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകും. നാം ദൈവത്തിന്, സ്വർഗത്തിന് വിലയേറിയവരാണ്. അതുകൊണ്ട് മരണത്തിനപ്പുറത്തേക്കുള്ളൊരു യാത്രയ്ക്കായി എല്ലാവരും പ്രത്യാശിക്കുകയും അതിനനുസരിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മെ സമർപ്പിക്കുകയും വേണം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ തിങ്കളാഴ്ച മുതൽ നമുക്കൊരു പുതിയ തുടക്കമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നല്ല വചനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ തന്നതിനായി സ്തോത്രം. ഈ സത്യവേദ പുസ്തകം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തരുന്ന വിശ്വാസത്തിനും പ്രത്യാശയ്ക്കുമായി നന്ദി. അങ്ങയുടെ പുസ്തകം വായിക്കും തോറും ഞങ്ങളുടെ ജീവനും സമൃദ്ധിയും വർദ്ധിക്കുന്നു. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറക്കുന്ന ഈ പുസ്തകം ഓരോ ദിവസവും വായിച്ച് ബലപ്പെടാൻ എല്ലാവർക്കും കൃപ തരണേ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സൗഖ്യവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാവരും ക്രിസ്തുവിൽ ബലപ്പെടട്ടെ. പിശാചിൻ്റെ പ്രവർത്തികളെല്ലാം അഴിഞ്ഞു മാറട്ടെ. എല്ലാ വീടുകളിലും പ്രാർത്ഥനയുടെ നിറവുണ്ടാകട്ടെ. യേശുവിനെ പോലെ ഏകാന്ത സ്ഥലങ്ങളിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക കൃപ, കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരു കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ നിരാശകളും വിട്ടു മാറട്ടെ. സാമ്പത്തിക വഴികളൊക്കെ അങ്ങ് തുറക്കണമേ. അനേകർക്ക് കൊടുക്കുന്നവരാക്കി ഓരോരുത്തരെയും മാറ്റണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെല്ലാം ഒരു അത്ഭുതം നടക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാ കുടുംബങ്ങളിലും കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.